നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ വരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ് ഡോളി. എൻ്റെ മോൾ ഇന്നലെ വിളിച്ചിരുന്നു. അവൾ ഇവിടെ ഇല്ലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ഡോളി വിടവാങ്ങി. മക്കൾ രണ്ടാളും ഫ്രണ്ട്സ് ആണെങ്കിലും അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെങ്കിൽ അവരുടെ അത്ര തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളും അമ്മമാർ തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്. ഇവരെ സ്റ്റഡീസിൻ്റെ കാര്യത്തിന്, ഇവരെ എക്സാമിൻ്റെ കാര്യത്തിന് അങ്ങനെ ഡിസ്കഷനൊക്കെ നടക്കാറുണ്ട്. അത് പഠിക്കുന്ന സമയത്ത് മാനുവൽ ഡേക്കും അങ്ങനെ എപ്പോഴും കാണാറുണ്ട്. പിന്നീട് ഇവർ കോച്ചിങ്ങിനായിട്ട് പോയ സമയത്ത്, മെഡിക്കൽ കോച്ചിങ്ങിനായിട്ട് പോയ സമയത്ത് ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്താണ് കോച്ചിങ്ങിന് പോയിരുന്നത്, കോട്ടയത്ത്. അന്നൊക്കെ അവരുടെ കൂടെ ഡോളി ഞാനും ഒക്കെ ആയിരുന്നു അവർ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ പോയിരുന്നത്. അപ്പോൾ അന്നൊക്കെ എനിക്ക് ഡിസ്കിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ ബെഡ് റെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഡോളി എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടാണ് അവിടെ പോയി തിരിച്ചെത്തുന്നവരെ ഡോളി എന്നോട് എൻ്റെ ബാഗൊക്കെ ഡോളി ആയിരുന്നു പിടിച്ചിരുന്നത്. അങ്ങനെയൊക്കെ പിന്നീട് മക്കളൊക്കെ പഠിക്കാനായിട്ട് ദൂരെയൊക്കെ പോയ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഫോൺ ചെയ്യാറുണ്ട്. ഞങ്ങൾ പിയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നീട് അങ്ങോട്ട് മക്കളെ കല്യാണം കാര്യങ്ങളൊക്കെ വേഗം നടക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഡോളിക്ക് ആ സമയത്ത് ചെറുതായിട്ട് അസുഖങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. അസുഖത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. മക്കൾ പഠിക്കുന്നതായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാരേജിൻ്റെ ഒക്കെ ഡിലേ വന്നു. അതൊരു സ്വപ്നമായിരുന്നു ഡോളിയുടെ. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ സമയമാകുമ്പം അവരുടെയൊക്കെ കാര്യങ്ങൾ നല്ല ഒരു പാർട്ട്ണറെ കിട്ടും അവർക്ക് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയും നല്ലൊരു സോളായിരുന്നു ഡോളിയുടേത്. അത്രയും നന്മ ചെയ്ത ഒരാളാണ് ഡോളിക്ക് നന്മ മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ, നല്ലതേ പറയുള്ളൂ എല്ലാവരോടും, എപ്പോഴും ചിരിച്ചുകൊണ്ടേ സംസാരിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഡോളീൻ്റെ മക്കൾക്ക് എപ്പോഴും നല്ലതേ വരുള്ളൂ. എൻ്റെ എല്ലാ വീഡിയോസിനും ഫസ്റ്റ് കമൻ്റ് ഇടുന്ന ആൾ ഡോളിയായിരിക്കും. എൻ്റെ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ അന്ന് മുതൽക്ക് ഡോളി എൻ്റെ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാറുണ്ട്. റെസ്റ്റിലൊക്കെ ആയിരിക്കും. മകളുടെ അടുത്താണ് നിന്നിരുന്നത്. മക്കൾ രണ്ടുപേരും ഡോക്ടറായിരുന്നു. അവർ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. മൂത്ത മകളുടെ അടുത്താണ് നിന്നിരുന്നത്. അപ്പം അവിടെ അവൾ നന്നായിട്ട് കെയർ ചെയ്തു, വേണ്ട ട്രീറ്റ്മെൻറ്റ്സൊക്കെ കൊടുത്തു. ചെറിയ ആളാണ് മോളവിടെ പഠിച്ചത്. അവൾ എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ അമ്മേൻ്റെ അടുത്ത് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് റൂമിലാവുന്ന സമയത്ത് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് കമൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫോൺ കോൾ ചെയ്തിട്ട് അതിൻ്റെ കുറേ സജഷൻസൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഭയങ്കര പ്ലസൻ്റ് ആയിട്ടാണ് എപ്പോഴും. എത്ര അസുഖം വന്നിട്ടും ക്ഷീണിച്ചിട്ടൊക്കെ പക്ഷേ സംസാരം നല്ല പ്ലസൻ്റ് ആയിരിക്കും. നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ വിഷമമായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം പറയില്ല. എപ്പോഴും കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുക. അപ്പോൾ ഇനി നമ്മളെ വിട്ട് പോയാലും എന്നും നല്ല ഓർമ്മകളും ഒക്കെ ആയിട്ട് മരിക്കാത്ത ഓർമ്മകൾ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ നിങ്ങളോട് ഇത് പങ്കുവെക്കണം തോന്നി, അതുകൊണ്ട് പറയുകയാണ്. ഓക്കെ, എന്നാൽ ശരി, ബൈ.